സിംഗു സമരഭൂമിയിലെ മറ്റൊരു കൗതുക കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പുതിയ ഒരു വിഭാഗം കൂടി ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. നിഹാംഗ് എന്നാണ് ആ വിഭാഗത്തിൻ്റെ പേര്. സിഖ് മതത്തിൽപ്പെട്ട വളരെ പ്രാചീനമായ അല്ലെങ്കിൽ അവരുടെ ഒരു എല്ലാ പരമ്പരാഗത രീതിയിലും ജീവിക്കുന്നവരാണ് നിഹാംഗുകൾ എന്ന് പറയുന്നത്. നിഹാംഗുകളുടെ ഒരു ചരിത്രാതീതമായിട്ടുള്ള തന്നെ ഒരു പ്രാധാന്യമുള്ളവരാണ് ഇവർ. കാരണം ആറാമത്തെ ഗുരുവായ ഗുരു ഹർഗോവിന്ദിൻ്റെ കാലത്താണ് നിഹാംഗുകൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നീട് 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദിൻ്റെ കാലത്താണ് ഇവരൊരു ആർമിയായി, ഇവരൊരു സേനയായി തന്നെ രൂപാന്തരപ്പെടുകയും അതിനു മുമ്പ് തന്നെ സേനയായി രൂപാന്തരപ്പെട്ടെങ്കിലും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ തന്നെ നിഹാംഗുകൾ പങ്കെടുത്തത് ഗുരു ഗോവിന്ദിൻ്റെ കാലത്താണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇവരുടെ വളരെ വേറിട്ട ഒരു കാഴ്ചകൾ തന്നെയാണ് നിഹാംഗുകളുടെ ഈ വരവോടുകൂടി നമുക്ക് ഈ സിംഗു സമരഭൂമിയിൽ കാണാൻ കഴിയുന്നത്. നീല വേഷം ധരിച്ച് പരമ്പരാഗത രീതിയിൽ സിഖ് മതത്തിൻ്റെ എല്ലാ പരമ്പരാഗത രീതിയിലും ജീവിക്കുന്നവരാണ് നിഹാംഗുകൾ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവർ വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. കുതിരപ്പുറത്താണ് അവർ പഞ്ചാബിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പരുന്ത് നമുക്ക് കാണാൻ കഴിയും. ഈ സമരഭൂമിയിൽ അവർ ഇപ്പോൾ പരുന്ത്, കുതിര തുടങ്ങിയ കാര്യങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. तो निहंग का होता नेहंग, जिसको डर नहीं, भय नहीं और किसी को डराता नहीं. आप कोई भी हो, धर्म में कोई भी हो, अगर आप पावर में हैं और आप किसी मजलूम पे आम लोगों के ऊपर कोई किसी तरह का प्रेशराइज करेंगे या उनके साथ अत्याचार करेंगे तो हम आपके सामने खड़े होंगे. यही हमारा कर्तव्य है. പഞ്ചാബിലെ ആനന്ദ്പൂർ എന്ന നഗരത്തിലാണ് ഇവർ കൂടുതലുള്ളത്. അതായത് ആനന്ദ്പൂർ എന്നത് സത്ലജ് നദിയുടെ തീരത്തുള്ള വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു നഗരമാണ്. ആ നഗരത്തിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ നിഹാംഗ് വിഭാഗത്തിലുള്ളവർ ഉള്ളത്. അവർ ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ വേഷത്തിൽ തന്നെ അവരുടെ കൗതുകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാള് അവരുടെ ഒരു സ്ഥിരം വേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പരിച അവർ ഉപയോഗിക്കുന്നുണ്ട്. നീല വേഷമാണ് അവർ ഉപയോഗിക്കുന്നത്. നീല സേനയാണെന്നാണ് അവർ പറയുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ സമരഭൂമിയിലേക്ക് അവർ എത്താനുള്ള കാരണം ഈ സിഖ് മതത്തിൽ അവരെ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് നിഹാംഗുകൾ. കാരണം ഈ പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവരോട് വലിയ ബഹുമാനമാണ് മറ്റ് വ്യക്തികൾക്കുള്ളത്. അവരുടെ ഇപ്പോഴത്തെ ഈ സമരഭൂമിയിലേക്ക് വരാനുള്ള ഒരു കാരണമായി അവർ പറയുന്നത്, എപ്പോഴും സിഖ് മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സമരഭൂമിയിൽ നിൽക്കുമ്പോൾ അവർക്ക് കവചമൊരുക്കാനും അവരെ വിജയപാതയിലേക്ക് എത്തിക്കാനും അവരെ മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയാണ് നിഹാംഗുകൾ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം പിന്തുടരുന്നത് കൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. और मैं यही सारे देश को कहना चाहता हूँ कि ये मत कहो कि ये किसान का है, ये हिंदू का है, ये मुसलमान का नहीं. ये इंसानों की बात है कि ये लोकतंत्र है. लोकतंत्र का मतलब होता है लोगों द्वारा. अगर लोग ही चुप करके बैठ गए तो ये सरकारें यहाँ पे राजतंत्र ले आएंगी, कंपनी राज ले आएंगी, जैसे आज लाया जा रहा है. ये जो जितने बिल हैं सिर्फ कंपनीज के लिए बन रहे हैं, किसी आम आदमी के लिए कुछ नहीं है इसमें. सबसे आगे हम होके लड़ेंगे. कुछ भी होगा, अगर लाठी चलेगी सबसे पहले हम पे चलेगी, गोली चलेगी तो हमारी छाती पहले आएगी. വലിയ ഒരു വിഭാഗം, ഒരുപക്ഷെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു 10-40 ആളുകളാണ്. പരമ്പരാഗത വേഷത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. ചെരുപ്പ് ധരിക്കാറില്ല. അത്തരത്തിലുള്ള പ്രത്യേകതകൾ അവർക്കുണ്ട്. വളരെ വേറിട്ട രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിത രീതിയൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾ വായിച്ച് മാത്രം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവരെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സമരഭൂമിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചാബിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവരെ പലയിടത്തും കാണാൻ കഴിയാറുണ്ടെങ്കിൽ പോലും, പല തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നിഹാംഗുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അവരെ ഒരു സമരഭൂമിയിൽ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ്. എല്ലാ ആയോധന മുറകളും ഒക്കെ തന്നെ പരിശീലിക്കുന്നവർ കൂടിയാണിവർ. അവർ ഈ സത്ലജ് നദിയുടെ തീരത്ത് ആനന്ദ്പൂരിലാണ് അവരുടെ ആയോധന കലകളുടെ പ്രദർശനമൊക്കെ അവർ നടത്താറുണ്ട് എല്ലാ വർഷവും. അത്തരത്തിൽ പേരുകേട്ട വിഭാഗമാണ്. അവരുടെ ചില കാഴ്ചകൾ തന്നെ മനോഹരമാണ്. ഏതായാലും അവരെ കാണാൻ നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നിഹാംഗുകളുടെ വരവ് ഒട്ടേറെ ആളുകളെ ഇത്തരം വാർത്തകൾ ഇവരൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സമരഭൂമിയിലെ വേറിട്ട പല കാഴ്ചകളും കാണാൻ വേണ്ടി പല ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിഹാംഗുകളുടെ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ചെറിയ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. സിംഗു സമരഭൂമിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇതുവരെ വന്നിട്ടുള്ള പ്രത്യേക റിപ്പോർട്ടുകൾ manoromanews.com-ലും manoramax.com-ലും സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാം. ക്യാമറമാൻ സനൽ ഇക്ബാലിനൊപ്പം സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്.